മുൻ എംഎൽഎയും മുൻ സംസ്ഥാന മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന ടി.യു. കുരുവിളയ്ക്ക് വിട നൽകാനൊരുങ്ങി കോതമംഗലം. വെള്ളിയാഴ്ച അന്തരിച്ച അദ്ദേഹത്തിന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-നാണ്. സംസ്ഥാന ബഹുമതിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ടി.യു. കുരുവിളയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും അടക്കം സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ളവരും വസതിയിലെത്തി. ഞായറാഴ്ച രാവിലെ 10 മുതൽ ചേലാട് സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജിലാണ് പൊതുദർശനം. കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി.യു. കുരുവിള 90-ാം വയസ്സിലാണ് വിടവാങ്ങുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ശനിയാഴ്ച വൈകുന്നേരം ചേലാട്ടിലെ വസതിയിൽ എത്തിച്ചു. അന്തിമോപചാരമർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. മന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ടി.യു. കുരുവിളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ടി.യു. കുരുവിളയുടെ പൊതുദർശനം ഞായറാഴ്ച രാവിലെ 10 വരെ വീട്ടിൽ തുടരും. തുടർന്ന് ചേലാട് സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജിലാണ് പൊതുദർശനം. സംസ്കാര ശുശ്രൂഷകൾ ഉച്ചകഴിഞ്ഞ് 2-ന് ആരംഭിക്കും. തുടർന്ന് സംസ്ഥാന ബഹുമതികളോടെ ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസനിയ വലിയ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. സംസ്കാര ശുശ്രൂഷകൾക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയൂസ് ജോസഫ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. GTV ന്യൂസ് കോതമംഗലം.